രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ. അറിവുള്ള ആളുകളോട് ചോദിച്ചില്ല, ഞാൻ സുഹൃത്തുക്കളോട് ചോദിച്ചില്ല, അമാത്യന്മാരോട്, അറിവുള്ള അമാത്യന്മാരോട് ഞാൻ അഭിപ്രായം ആരാഞ്ഞില്ല. അല്ലയോ സുമന്ത്രരെ, അങ്ങയോട് പോലും ഞാൻ ഇക്കാര്യം പറഞ്ഞില്ല. അങ്ങയോട് പോലും ഈ സാഹചര്യത്തിൽ എന്തു വേണമെന്ന് ചോദിച്ചില്ല. സർവവും അറിയുന്ന രാജധർമ്മം അതേപോലെ തന്നെ ഭരണയന്ത്രം എപ്പോഴും ഏത് തരത്തിൽ പ്രവർത്തിക്കണം എന്നതിന്റെ ആ ഭരണക്രമങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകൾ, അങ്ങയെപ്പോലുള്ളവർ, അവരോട് ഞാൻ ആലോചിക്കണമായിരുന്നു. പക്ഷെ ഞാൻ മോഹിച്ചു പോയി. കൈകേയിയിൽ അങ്ങനെ ഈ ഭീകരമായിട്ടുള്ളതായ വിപത്തിനെ ഞാൻ വരുത്തി വച്ചിരിക്കുന്നു. അരുതാത്തത് ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഈ ഭയങ്കരമായ വ്യസനം ഞാൻ മൂലം വന്നു ചേർന്നിരിക്കുന്നു. കുലസ്യാസ്യ വിനാശായ പ്രാപ്തം സൂത എതിർച്ഛയ. അല്ലയോ സുമന്ത്രരെ, അത് ഈ വംശത്തെ വേദനിപ്പിക്കുന്നു. ഈ വംശത്തിന് ഭയങ്കരമായ വിപത്തുണ്ടാക്കിയിരിക്കുന്നു. ഈ വംശത്തെ അത് ധ്വംസിക്കുന്നു, നശിപ്പിക്കുന്നു. വംശത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ മനസ്സിലെ ആ അവസരത്തില് അങ്ങനെ തോന്നിയത് എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. ഇതിന് പ്രതിവിധി എന്താണ്? ഞാൻ പറഞ്ഞ പ്രതിവിധികളൊന്നും രാമൻ സ്വീകരിച്ചില്ല. കൈകേയി 2 വരം ചോദിച്ചു എന്ന് അറിഞ്ഞ മാത്രയിൽ തന്നെ രാമൻ ഞാൻ കാനനത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അച്ഛന്റെ വാക്ക് അത് സത്യമായിരിക്കണം. അത് സത്യമാക്കി തീർക്കാൻ പുത്രനായ ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് നിർവഹിച്ചിരിക്കും എന്ന് പറഞ്ഞ രാമൻ പുറപ്പെട്ടു. എന്നെ ബന്ധിച്ച് നീ രാജാവാകൂ എന്ന് ഞാൻ പറഞ്ഞ വാക്ക് പോലും ശ്രീരാമചന്ദ്രന് സ്വീകാര്യമായിരുന്നില്ല. കാരണം അങ്ങനെയായാൽ പോലും ദശരഥൻ പറഞ്ഞ വാക്ക് പാലിക്കാത്തവനാണ് എന്ന് ലോകം മുഴുവൻ അപകീർത്തി വ്യാപിക്കും. അത് വരാൻ പാടില്ല. ദശരഥ മഹാരാജാവ് സത്യസന്ധൻ എന്ന് ലോകത്താൽ എന്നും ആദരിക്കപ്പെടണം. അതുകൊണ്ട് രാമൻ പുറപ്പെട്ടു. രാമൻ കാനനത്തിലേക്ക് പോയി. അതുകൊണ്ട് അല്ലയോ സൂത, ഇപ്പോൾ എനിക്ക് അങ്ങയോടുള്ള പ്രാർത്ഥന ഇതാണ്. അങ്ങയ്ക്കറിയാമല്ലോ രാമൻ എവിടെയാണ് എന്ന്. അതുകൊണ്ട് സൂത യദ്യസ്ഥിതേ കിഞ്ചിൻ മയാപി സുഹൃതം കൃതം. അല്ലയോ സുമന്ത്രരെ, ഇതിനു മുമ്പുള്ളതായ നമ്മുടെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതത്തില് ഞാൻ എന്തെങ്കിലും പ്രകാരത്തിലുള്ളതായ നന്മ അങ്ങയിൽ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അതിന് പ്രത്യുപകാരമായിട്ട് എനിക്ക് ഈ സ്നേഹം പകരണം, ഈ സേവനം തരണം. എന്താ? ത്വം പ്രാപയാശമാം രാമം. എന്നെ രാമന്റെ അടുത്തേക്ക് എത്രയും വേഗം നീ കൊണ്ടെത്തിക്കണം. രാമൻ എവിടെയെന്ന് അങ്ങേക്ക് അറിയുമല്ലോ. അവിടെ കൊണ്ടെത്തിക്കുക. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. തേരിലേറാം. തേര് വിടുക. രാമൻ വസിക്കുന്നിടത്തേക്ക്. പ്രാണാഹ സന്ത്വരേന്തിമാം. എന്റെ പ്രാണങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നു എത്രയും വേഗം രാമന്റെ സമീപത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. എത്തി അദ്യാപി മമൈവാജ്ഞ നിവർത്തയതു രാഘവം. ഇപ്പോഴും ഈ രാജ്യത്തില് എന്റെ ആജ്ഞയാണ് നടക്കുന്നതെങ്കിൽ രാജ്യം ഭരതന് വേണം എന്ന് കൈകേയി ചോദിച്ചു. ഭരതൻ അവിടെ ഇല്ലെങ്കിലും രാജ്യം ഭരതന്
കൊടുത്തതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ദശരഥൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പോഴും ഈ രാജ്യത്തിൽ നിലനിൽക്കുന്നത് എന്റെ ആജ്ഞയാണ് എന്നുണ്ടെങ്കിൽ, അല്ലയോ സുമന്ത്രരെ, രാമനെ മടക്കിക്കൊണ്ടുവരണം. എന്തുകൊണ്ടെന്നാൽ നശക്ഷ്യാമി വിനാരാമം മുഹൂർത്തമപി ജീവിതം. രാമനെ കൂടാതെ കണ്ട് ഒരു മുഹൂർത്തം പോലും, ഒരു മണിക്കൂർ പോലും, അല്ലയോ സുമന്ത്രരെ, എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയുകയില്ല. ഇനി അങ്ങ് പറയുകയാണ്, മഹാബാഹുവായ രാമൻ ഇപ്പോൾ വളരെ ദൂരെയാണ് എന്നാണ് അങ്ങ് പറയുന്നതെങ്കിൽ, അല്ലയോ സുമന്ത്രരെ, ഞാൻ എത്രയും വേഗം എത്ര ദൂരം സഞ്ചരിച്ചാലും ശരി ശ്രീരാമചന്ദ്രന്റെ അരികില് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു. ലോഹിതാക്ഷം മഹാബാഹും ആമുക്ത മണികുണ്ടലം. താമരപ്പൂവിന്റെ ആ വർണ്ണമുള്ള കടക്കണ്ണുകളോടുകൂടിയ, അങ്ങനെ സുന്ദരാംഗനായ സുന്ദര നേത്രങ്ങളോടുകൂടിയവനായ ആ രാമനെ, മഹാബാഹുവായ രാമനെ, രത്നം പതിച്ച കുണ്ടലങ്ങൾ അണിഞ്ഞ് മനോഹരമായ ശ്രീപൂർണമായ ഐശ്വര്യപൂർണമായ മുഖത്തോടുകൂടിയവനായ ആ രാമനെ എനിക്ക് എത്രയും വേഗം കണ്ടേ പറ്റൂ. അഥവാ രാമനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ, രാമം യതിനപശ്യേയം ഗമിഷ്യാമി യമക്ഷയം. രാമനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ഭൂലോകം വിട്ടിട്ട് കാലപുരിയിലേക്ക് പോകും. ദശരഥൻ സുമന്ത്രരോട് പറയാണ്, അതുകൊണ്ട് എത്രയും വേഗം രാമസമീപത്തേക്ക് എന്നെ കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ രാമൻ എത്രയും വേഗം ഇങ്ങോട്ട് കൊണ്ടുവരിക. ഹാ രാമ രാമാനുജ ഹാ വൈദേഹി തപസ്വിനി. ദശരഥൻ നിലവിളിക്കാൻ, അല്ലയോ രാമ, രാമാനുജ, ലക്ഷ്മണകുമാര, തപസ്വിനിയായിരിക്കുന്ന അല്ലയോ വൈദേഹി, ദുഃഖിതയായിരിക്കുന്ന അല്ലയോ വൈദേഹി, നിങ്ങളാരും എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുന്നില്ലല്ലോ. ദശരഥൻ ഉറക്കെ അവിടെ കിടന്ന് നിലവിളിക്കാൻ, നിങ്ങളാരും ഇക്കാര്യം അറിയുന്നില്ലല്ലോ. ഈ അച്ഛൻ, ഇങ്ങനെ അപകടം പ്രവർത്തിച്ചു പോയ ഈ അച്ഛൻ, കൈകേയിയുടെ വാക്ക് കേട്ടിട്ട് അതിൻ പ്രകാരം അബദ്ധം പ്രവർത്തിച്ചു പോയ ഈ അച്ഛൻ ഏത് പ്രകാരത്തിൽ വേദനിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്നിങ്ങനെ ദശരഥൻ ഉറക്കെ നിലവിളിക്കുന്നു. ഈ സന്ദർഭത്തില് ദശരഥന്റെ ഈ വാക്കുകളിൽ നിന്ന് ഞാൻ വൃദ്ധന്മാരായ അമാത്യന്മാരോട്, വൃദ്ധന്മാരായിരിക്കുന്ന ജ്ഞാനവൃദ്ധന്മാരായ പണ്ഡിതന്മാരോട് ഒന്നും ആലോചിച്ചില്ലല്ലോ, ആലോചിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധം വരില്ലല്ലോ എന്ന് പറയുന്നിടത്ത് ദശരഥൻ വേറൊരു കാര്യം തന്റെ മനസ്സിൽ ഓർത്തു എന്ന് വ്യക്തമാണ്. അതെന്തെന്നാൽ ദശരഥന് ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു ഭർത്താവ് എന്നുള്ള നിലയിലും കൈകേയിക്ക് കൊടുത്തതായ വാക്ക് പരിപാലിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ദശരഥൻ മഹാരാജാവാണ്. മഹാരാജാവ് രാജ്യഭരണം സൂര്യവംശ രാജാക്കന്മാരുടെ നിയമം അനുസരിച്ച് നിർവഹിക്കേണ്ടയാളാണ്. രാജ്യത്തെ തന്നിഷ്ടം പോലെ താൻ ഒരാൾക്ക് വാക്കുകൊടുത്തു പോയി എന്നുള്ള പേരില് ആർക്കെങ്കിലും ദാനം ചെയ്യാനുള്ള അധികാരം ഒരു രാജാവിനുമില്ല. രാജാവ് നിയമമനുസരിച്ച്, നിയമസംഹിത അനുസരിച്ച് രാജ്യം പരിപാലിക്കേണ്ടതാണ്. സൂര്യവംശ രാജാക്കന്മാര് നിയമസംഹിത അനുസരിച്ചിട്ടാണ് രാജ്യം പരിപാലിച്ചു പോകുന്നത്. ആ നിയമങ്ങളെല്ലാം നമുക്ക് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ധർമ്മശാസ്ത്രങ്ങളിലും, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ധാരാളമായിട്ടുണ്ട്. നമുക്ക് വളരെ വിശദമായിട്ട് കേൾക്കാം. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങൾ, എത്രയോ അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങൾ. അതിൽ വളരെ അവസാനം ഉണ്ടായ അർത്ഥശാസ്ത്രമാണ് വളരെ പ്രസിദ്ധമായിരിക്കുന്ന അർത്ഥശാസ്ത്രം, കൗടല്യന്റെ അർത്ഥശാസ്ത്രം.
അതിനകത്ത് തന്നെ അദ്ദേഹം തനിക്ക് മുമ്പേ നടന്ന ഈ മാർഗത്തിലൂടെ നടന്ന അർത്ഥശാസ്ത്രകാരന്മാരെയും അവരുടെ നിയമങ്ങളെയുമെല്ലാം ഉദ്ധരിക്കുകയും അതിനെ പരീക്ഷിക്കുകയും വേണ്ടുന്നിടത്ത് അതിനെ പരിഷ്കരിക്കുകയും തിരസ്കരിക്കേണ്ടത് തിരസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൗടല്യന് മുമ്പ് ജീവിച്ചിരുന്ന അനേകം അർത്ഥശാസ്ത്രകാരന്മാരുടെ അർത്ഥശാസ്ത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്. ശുക്രാചാര്യരുടെയും ബൃഹസ്പതിയുടെയും എല്ലാം അർത്ഥശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ ഒക്കെ നമുക്ക് ലഭ്യമാണ്. ഇതിനുശേഷം വാൽമീകി രാമായണത്തിന് ശേഷം ദ്വാപരയുഗത്തിന്റെ അവസാനം ഇന്നേക്ക് 5000 വർഷം മുമ്പ് മഹാഭാരതം എന്നുള്ള അതിബൃഹത്തായ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ കാവ്യം വ്യാസഭഗവാൻ നമുക്ക് നൽകി. അതിനകത്ത് ശാന്തിപർവവും അനുശാസനപർവവും പ്രത്യേകം നാം വായിക്കണം, പഠിക്കണം. 1,00,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളുണ്ട്. എല്ലാ പർവ്വതവും ഒരേ വലിപ്പത്തിലുള്ളതല്ല, പർവ്വങ്ങളുടെ വലിപ്പത്തിന് വ്യത്യാസമുണ്ട്. ഏറ്റവും വലിയ പർവ്വങ്ങളാണ് ശാന്തിപർവവും അനുശാസനവും. ആ രണ്ടെണ്ണത്തിൽ ഏറ്റവും വലുത്